നമ്മുടെ ലോവർ പെരിയാർ ഡാമിൻ്റെ തീരത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇടുക്കി നേര്യമംഗലം റോഡ്. ഇന്ന് രാത്രിയിൽ ഈ ഡാം മുഴുവൻ പറ്റിച്ചു. ആണെങ്കിലും ഈ ഡാമിൻ്റെ തീരത്തോടെ മീൻ പിടിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആളുകൾ വള്ളത്തേലൊക്കെ നടക്കുന്ന കാഴ്ചയുണ്ട്. അപ്പം അതൊരു വെറൈറ്റി കാഴ്ചയായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. അവിടെ പോയി വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ ഡാമിൻ്റെ അകത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാ ആളുകളാണേ, രാത്രി വന്ന് തമ്പടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതെല്ലാം. പക്ഷെ നമ്മളറിയാൻ ഇച്ചിരി വൈകിപ്പോയി. ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ ഓടും. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, നമ്മളറിയാൻ വൈകിപ്പോയി കൂട്ടുകാരെ. ഉണ്ടോ, ഉത്സവത്തിൻ്റെ ആളാണ് ഡാമിൻ്റെ ഏരിയയിൽ. എൻ്റെ പൊന്നണ പോയിടത്ത് തിരിച്ചു വന്നാ ഐസ്ക്രീമിന് നല്ല കച്ചവടമായിരിക്കുമല്ലോ കുഞ്ഞാവയുടെ. കുഞ്ഞാവയാണ്. അവന് ലാഭമില്ല, അല്ല ഫ്രീ ആണല്ലോ അല്ലേ. പൈസ കൊടുക്കുവാണെങ്കിൽ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എല്ലോടെ ഇറങ്ങടാ. നമ്മളെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നെന്ന്. ചേട്ടാ മീനുണ്ടോ ചേട്ടാ? പൊടികളുണ്ടോ? എവിടെ? പെടക്കണ ഞണ്ട് കാണിക്കുമെന്ന്. ഓ, ഞണ്ടുണ്ടല്ലേ. കൂരിയുണ്ടല്ലോ. കൂരി ബലവാനായ കൂരി. എവിടെ നിന്നാണ്? ഈ താഴ്ന്ന തിന്നുന്നുണ്ട്. ഓ, എൻ്റെ പൊന്നെ, വെള്ളം ഇറങ്ങി പോയേക്കുന്ന പാടാണേ. ഇനി പോയാൽ ചിലപ്പോൾ ചെളിയായിരിക്കും. ഉണ്ടോ, ഇവിടെ മുഴുവൻ പറ്റിച്ചേക്ക് വേണം. ഡാം പറ്റിച്ചപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇത്. നോക്കി, ഫുള്ള് പറ്റിച്ചു. ഡാമിൻ്റെ അകത്ത് ഇറങ്ങിയത് ഓർമ്മയുള്ളൂ കേട്ടോ. ഇതാണ് അവസ്ഥ. ഫുള്ള് ക്യാമറ മൊത്തം ചെളിയാണേ. ഉണ്ടോ, ഇതാണ് അവസ്ഥ. തെന്നി വീണു. ഇനി ഞാൻ റിസ്ക് എടുക്കുന്നില്ല, കയറി പോവാ. എടാ ഞാൻ തന്നെ വീണൂടാ കോപ്പേ. ഡാമിൻ്റെ അകത്ത് അത്യാവശ്യം സേഫായിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോയത്. മണലുള്ള ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ ചവിട്ടി ഇറങ്ങിപ്പോയത് കേട്ടോ. പക്ഷെ നിന്ന സ്ഥലത്ത് ഞാനൊന്ന് കാല് പറിച്ച് ചവിട്ടിയതാണ്. പിന്നെ തകടം മറിയുമായിരുന്നു ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലയിൽ നിന്ന് തൊപ്പി വരെയും ചെളി പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ക്യാമറ മുഴുവൻ ചെളിക്കകത്ത് പൊതിഞ്ഞപ്പോൾ എടുത്ത പിടിക്കുന്ന വിഷലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെളി കിടക്കുന്ന വിഷല് നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നോക്കി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി തിരിച്ച് റോഡിലേക്ക് പോകണം. എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഇനിയുള്ള കണ്ടിന്യൂ ഷൂട്ട്. പക്ഷേ ഇവിടെയാണ് എൻ്റെ പണി തുടങ്ങിയത്. ഞാനങ്ങനെ റോട്ടിൽ കയറി വീഡിയോ പിടിക്കാൻ ഇറങ്ങിയതാട്ടോ. ഫുള്ള് ചെളിക്കകത്ത് ഉരുണ്ടു. ഞാൻ രാവിലെ വേറെ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പോയതുകൊണ്ട് വെള്ളം പാലൊക്കെ ഇട്ടാണ് പോയതാണ്. കുഴപ്പമില്ല, പാല ചെളി വരണമൊന്നും വിഷയമില്ല. വീട്ടിലേക്ക് 6 കിലോമീറ്റർ ഉള്ളൂ. അവിടെ വെള്ളമുണ്ട് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് കഴുകി വൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ വെക്കാം. കയ്യിലും കാലുമൊക്കെ ചെളി പറ്റിയിരുന്നത് കഴുകി വൃത്തിയാക്കിയ കൂടെ ഞാൻ എൻ്റെ ക്യാമറയും കൂടെ ഒന്ന് കഴുകി. ഗോപ്രോ ആയതുകൊണ്ട് വെള്ളത്തിൽ മുക്കാലോ, അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ക്യാമറയൊക്കെ കഴുകുന്നത്. പക്ഷേ ഇവിടെയാണ് പണി തുടങ്ങിയത്. കഴുകി കഴിഞ്ഞപ്പോൾ സംതിങ് റോങ്. ഞാൻ പെട്ടെന്ന് തന്നെ ബാറ്ററി ഊരി വെച്ചു. ഇനിയുള്ള വിഷല് ഫുള്ള് നിങ്ങൾ ഫോണിലെടുത്തതാണ് കേട്ടോ. ആദ്യം തൊട്ട് ഫോണിലെടുത്താൽ മതിയായിരുന്നു. അത്യാവശ്യം സൂമിങ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷലെല്ലാം അടിപൊളിയായിട്ട് അവിടെ കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ ആക്രാന്ത് മൂത്ത് നമ്മുടെ ക്യാമറയും കൊണ്ടാണ് ഡാമിൻ്റെ അകത്ത് ഇറങ്ങിയത്. എന്താവോ എന്തോ. അപ്പോൾ എന്താണെങ്കിലും തുടർന്നുള്ള കാഴ്ച കാണാം. നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് പാമ്പള എന്ന് പറയുന്ന സ്ഥലമാണ്. പാമ്പള ഡാം എന്നറിയപ്പെടും, അല്ലെങ്കിൽ ലോവർ പെരിയാർ ഡാം എന്നറിയപ്പെടും. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ രാത്രിയിൽ ടണലിൽ കൂടെ വെള്ളം ഒഴുക്കി നിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഈ ഡാം പറ്റിച്ചിരിക്കുന്നത്. വേറെ എല്ലാ വർഷവും തന്നെ ഈ ഡാം പറ്റിക്കാറുള്ളതാണ്. കാരണം ഇത് പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ചെളിയും മണലും ഒക്കെ ഇവിടെ മിക്കവാറും അടിയാറുള്ളതാണ്. ഇതിൻ്റെ മെയിൻ്റനൻസിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഈ ഡാം പറ്റിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ ഫുൾ കാഴ്ച ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ഷട്ടറും 2 വെർട്ടിക്കൽ ഷട്ടറുമാണ് ഈ ഡാമിനുള്ളത്. ഈ ഡാം നിർമ്മാണ കാലഘട്ടത്തിൽ എൻ്റെ അച്ഛന് ഇവിടെ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗവും അതുപോലെ ഗാലറിയും ഈ ഡാമിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ കയറി കിടന്ന് അന്ന് ചെറുപ്പത്തിൽ കണ്ട ഒരു ഓർമ്മ എനിക്കിപ്പം വരികയാണ്.
നമ്മളങ്ങനെ ഡാമിൻ്റെ ആദ്യം ചോട്ടിലാണ് എത്തിയത്. പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങി പോവാണ് കേട്ടോ. ഇപ്പം അല്പം സാഹസികമായിട്ട് നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഈ നടക്കുന്ന വഴി എല്ലാം ചെളിയാണ്. ചെളി മാത്രമല്ല, ഈ മഴക്കാലത്ത് ഒഴുകി വന്നിരിക്കുന്ന കുപ്പിയും പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തൊട്ട് താഴെയൊക്കെ ആളുകൾ ഇങ്ങനെ മീൻ പിടിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും രാവിലെ ഒരു ഘട്ടം മീൻ പിടിച്ച് ഇവിടുന്ന് ആളുകൾ മാറിപ്പോയതാണെന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഞാൻ ശരിക്കും നെടുങ്കണ്ടം ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ട് പകുതിക്ക് വെച്ച് തിരിച്ചു വന്നതാണ് ഈ വിവരം അറിഞ്ഞുകൊണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ മീനൊക്കെ വല വീശി എടുത്തിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കൂരിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ കൂരി നല്ല കയ്യിൽ കുത്തൊക്കെ കൊണ്ട് അവരിങ്ങനെ ഒരുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണിത്. അപ്പം എന്താണെങ്കിലും പിടയ്ക്കണ മീൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സത്യത്തിൽ ഇപ്പം പിടയ്ക്കണ മീൻ കിട്ടുകയാണ്. ശരിക്കും ഒരുപാട് പേർക്ക് ഗോൾഡ് ഫിഷ്, അതുപോലെ സിലോപ്പി, കൂരി, അങ്ങനെ ഒരുപാട് പേർക്ക് ഇവിടെ മീനിങ്ങനെ കിട്ടുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. തൊട്ട് താഴെ തന്നെ വേറൊരു ടീം ഇങ്ങനെ വല വീശി എടുക്കുന്നുണ്ട്. കുറച്ച് പേര് വള്ളത്തേലും ഇതിനിടയ്ക്കൂടെ ഈ ഡാമിൻ്റെ അകത്തോടെ പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാം ഒത്തിരി ആഴമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ആഴമുള്ള ഡാമാണ്. ഡേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ നടന്ന് നമുക്ക് വേണമെങ്കിൽ വിഷ്വലൊക്കെ എടുക്കാം. പക്ഷെ നിൽക്കുന്നതോടെ തെന്നി പോകുന്നതുകൊണ്ട് ഞാൻ അത്ര ശ്രമിച്ചില്ല. കാരണം ഒരു പണി നമുക്ക് ആദ്യമേ കിട്ടിയല്ലോ, നന്നായിട്ട് വീണല്ലോ. എന്താണെങ്കിലും ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ താഴോട്ടൊന്ന് പോയിട്ടുണ്ട്. ഇവിടുന്ന് കാരണം തെന്നി പോയാൽ നേരെ ഡാമിൻ്റെ അകത്തോട്ടോ കേട്ടോ. എൻ്റെ പൊന്നെ ഭയങ്കര ചെളിയാണ്. ഞാൻ കാല് നിലത്തിങ്ങനെ ഊന്നിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ കുഴി ഉണ്ടാക്കി താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പേ പോയിരിക്കുന്ന ആളുകളൊക്കെ സഞ്ചരിച്ച ആ വഴിയുണ്ട് കേട്ടോ. താഴെ പോയ പിന്നെ ഇവിടെ കുറേ വള്ളവും കയറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തത്തിക്കളിച്ച് ഞാനും തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു ഗ്യാങ് നിന്ന് മീനെ ഇങ്ങനെ വല വീശി പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഫുള്ള് കൂരിക്കൂട്ടങ്ങളാണ്. ഈ പ്രാവശ്യം ഡാം തുറന്നിട്ട് ഒത്തിരി വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ധാരാളം കൂരിക്കൂട്ടങ്ങളെ അതുപോലെ ചെറിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ മീനിൻ്റെ കൂരിക്കൂട്ടങ്ങളുടെ കൂരിമീനിൻ്റെ കൊമ്പൊക്കെ ഇവർ ഒടിച്ചിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കൈക്കൊണ്ട് നല്ല കുത്ത് കിട്ടും. അപ്പം വള്ളത്തിൽ പോകുന്ന ചേട്ടന്മാർക്കൊക്കെ ഈ ഗോൾഡ് ഫിഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കുറേ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ തത്തിക്കളിച്ച് റോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തകൃതിയായിട്ട് മീൻ വിൽപ്പനയാണ്. അതും നല്ല ഗോൾഡ് ഫിഷ്. എൻ്റെ പോലെ എന്തൊരു വലിപ്പമുള്ളതെന്നറിയോ, 6 കിലോയും 8 കിലോയും 10 കിലോയും ഒക്കെ ഉള്ള ഗോൾഡ് ഫിഷുകൾ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം വില 300 രൂപയ്ക്കും 350 ഇവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അവരുടെ ഒരു തകൃതിയായ കച്ചവടം കുറേ നേരം കണ്ടു. അതുപോലെ മീനൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ഡാം തുറന്നു വിടുന്ന ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ അവിടെ നിന്ന് കണ്ടു കേട്ടോ. ഇതുകൊണ്ടോ കിടക്കണം കേട്ടോ. ഇതൊക്കെ 1-1.5 കിലോ ഉള്ള ചെറിയ മീനുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചയാണ്. കുറച്ച് പേരൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങുവാണ് മീൻ പിടിച്ചിട്ടേ. ഇനി നമുക്ക് ഈ ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കൊന്ന് പോയാലോ. നമ്മൾ ഡാമിൻ്റെ ചോട്ടിലേക്കാണ് പോകുന്നത്. അതായത് ഉള്ളിലെ നമ്മൾ ആദ്യം നിന്ന് ആ സ്ഥലത്തേക്കാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ആളുകൾ ഇങ്ങനെ മീൻ പിടിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ഈ നീല ടാങ്ക് പോലെ നിങ്ങൾ കണ്ടില്ലേ, അത് ശരിക്കും ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇന്ത്യൻ ഷട്ടറിൽ അങ്ങോട്ട് പോകാതെ ഇരിക്കാൻ വേണ്ടി തടസ്സം ഇട്ടേക്കണെയാണ്. പക്ഷേ ആ ഷട്ടറിൽ ഇരിക്കുന്ന ചെളിയും അതുപോലെ വേസ്റ്റൊക്കെ ഇരിക്കുന്ന കാഴ്ച കണ്ടോ. ഇവിടെ നിന്നാണ് നിങ്ങളിപ്പോൾ മുമ്പ് സൈറൻ കേട്ടില്ലേ, ആ സൈറൻ കേട്ടുകൊണ്ട് ഡാം ഇപ്പോൾ തുറന്നു വിട്ടേക്കുവാണ്. ഇത്ര നേരം ഡാം തുറന്നിട്ടില്ലായിരുന്നു. ഷട്ടറിൻ്റെ അകത്തോടെ വെള്ളം കയറ്റി വിട്ടിട്ട് ഈ ഡാം പറ്റിക്കുകയാണ് ചെയ്തത്. ഈ ഡാമിൻ്റെ ഷട്ടർ ഏകദേശം ഒരു 16.5 കിലോമീറ്റർ ഭൂമിക്കടിയിൽ ടണലുണ്ടായിട്ട് ആ ടണലിൻ്റെ ഉള്ളിൽ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഡാമാണിത്. അതാണ് ഇത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഡാമിനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാർ മീനൊക്കെ പിടിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടല്ലോ. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീനൊന്നും അങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഷട്ടർ ഫുള്ള് തുറന്നാലേ ഈ ഒരു മേഖലയിലേക്ക് മീൻ വരുള്ളൂ. ശരിക്കും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ പണ്ട് ഈ ഡാമിൽ അച്ഛൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡാമിൻ്റെ നിർമ്മാണമൊക്കെ നടന്ന് ഈ വെള്ളമൊക്കെ നിറച്ച് കയറുന്ന ഒരു സമയത്ത് ഇതിൻ്റെ വാട്ടർ ലെവൽ നോക്കുവാൻ വേണ്ടി നാട്ടിലുള്ള ആളുകൾ ജോലിക്ക് എടുക്കുമായിരുന്നു. അങ്ങനെ ഞാനും കുറേ നാൾ പോയിട്ടുണ്ടായിരുന്നു. ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഈ വാട്ടർ ലെവൽ കരിമണൽ പവർ സ്റ്റേഷനിലേക്ക് നമ്മൾ വയർലെസ് മുഖാന്തരം അറിയിക്കണം. വയർലെസ് വിളിച്ച് നമ്മൾ അറിയിക്കണം കേട്ടോ. രാത്രിയിലൊക്കെ ഉറങ്ങി പോകുമ്പോൾ അവർ കുറേ നേരമൊക്കെ നമ്മൾ വിളിക്കും. പിന്നെ സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്ന ചേട്ടന്മാർ കുറേ നാളെ അത് കൈകാര്യമൊക്കെ ചെയ്യുന്ന ഒരു ഓർമ്മ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ലോവർ പെരിയാർ ഡാം.